and let us wait for the days to come back for the normal studies. Dear students, today we will start with our first chapter, that is Introduction to Macroeconomics. Before going to the introduction part, I would like to ask some questions relating to economics. Are you ready? So, from which word the term economics are derived from? Yes, correct. It is from the Greek word oikonomy. What is the meaning of the word oikonomy? Yes, correct. It means household management. That is, the term economics is derived from the Greek word oikonomia, which means household management. Another question. Do you know which term is used instead of economics in the early times? Economics എന്ന പദത്തിന് പകരമായി മുൻ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് ഏതാണ്? അറിയാമോ? Yes, that's correct. Political economy. Very good. And who used the term economics instead of political economy? Political economy എന്ന വാക്കിന് പകരമായി ആദ്യമായി ഇക്കണോമിക്സ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? Yes, you know very well. Yes, it is Alfred Marshall. Okay, one more question. Who is regarded as the father of economics? Yes, it's Adam Smith. Very good. Okay, now let us come to our topic, that is Introduction to Macroeconomics. So you have studied in your first BA class the term micro and macro, which are derived from Greek words. And here the word macro is derived from the Greek word macros, which means large or aggregate. And here the word micro is derived from the Greek word micros, which means small. The word macro for the first time was used by Ragnar Frisch of Oslo University in 1933. 1993 ഒസ്ലോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ റാഗ്നർ ഫ്രിഷ് ആണ് മാക്രോ എന്ന് പറയുന്ന പദം സാമ്പത്തിക ശാസ്ത്ര പദ സമുച്ചയത്തിലേക്ക് കൂട്ടിച്ചേർത്തത്. അല്ലെങ്കിൽ ആദ്യമായി മാക്രോ എന്ന പദം ഒരു ഇക്കണോമിക് ടേമായി ഉപയോഗിച്ചതാരാണ്? റാഗ്നർ ഫ്രിഷ് ആണ്. So what is macroeconomics? So macroeconomics studies the behavior of the economy as a whole. നമ്മൾ നേരത്തെ പറഞ്ഞു മാക്രോ എന്ന് പറയുന്ന വാക്ക് കടന്നു വന്നിരിക്കുന്നത് മാക്രോസ് എന്ന് പറഞ്ഞ പദത്തിൽ നിന്നുമാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലാർജ് എന്നാണ്, അല്ലെങ്കിൽ അഗ്രഗേറ്റ് എന്നാണ്. അതുകൊണ്ട് തന്നെ മാക്രോ ഇക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത് ഇക്കോണമിയെ കുറിച്ചാണ്. ഇക്കോണമിയെ മൊത്തത്തിലുള്ള ഒരു പഠനമാണ്. സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള പെരുമാറ്റത്തെ കുറിച്ചാണ്, ബിഹേവിയറിനെ കുറിച്ചാണ് നമ്മൾ മാക്രോ ഇക്കണോമിക്സിൽ പഠിക്കുന്നത്. നമുക്ക് ജെ.എം. കൾബേർട്സിന്റെ ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ജെ.എം. കൾബേർട്സ്, macroeconomic theory is the theory of income, employment, price and money. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ തന്നെ ഉണ്ട്. എന്താണ് മാക്രോ? വളരെ വ്യക്തമാണ്. മാക്രോ എക്കണോമിക് തിയറി എന്ന് പറഞ്ഞാൽ അത് എംപ്ലോയ്മെന്റിനെ കുറിച്ചുള്ള തിയറിയാണ്, തൊഴിലുമായി ബന്ധപ്പെട്ട തിയറിയാണ്. ഇൻകത്തെ കുറിച്ചുള്ള തിയറിയാണ്, വരുമാനവുമായി ബന്ധപ്പെട്ട തിയറിയാണ്. പ്രൈസിനെ കുറിച്ചുള്ള തിയറി, വിലയുമായി ബന്ധപ്പെട്ട തിയറിയാണ്. മാത്രമല്ല അത് പണത്തെ കുറിച്ചുള്ള തിയറി കൂടിയാണ്. എന്താണ് അതിന്റെ അർത്ഥം? മാക്രോ ഇക്കണോമിക്സിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ വേരിയബിൾസും നമ്മൾ കവർ ചെയ്യുന്നു. In macroeconomics, we study the behavior of the economy as a whole. സമ്പദ് വ്യവസ്ഥയുടെ പൂർണ്ണമായ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നത്.
ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മാക്രോ എക്കണോമിക് വേരിയബിൾസ്? അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, എംപ്ലോയ്മെന്റ്, ഇൻകം, ജനറൽ പ്രൈസ്. ഇതൊക്കെ മാക്രോ എക്കണോമിക് വേരിയബിൾസ് ആണ്. ഇനി മാക്രോ എക്കണോമിക് വേരിയബിൾസിൽ പ്രധാനമായും നമ്മുടെ ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രധാനമായും മേഖല നമ്മൾ പറയുന്ന മേഖല എന്തൊക്കെയാണ്? അത് പ്രധാനമായും വരുന്നത് എംപ്ലോയ്മെന്റ് ഡിറ്റർമിനേഷൻ ആണ്, ട്രേഡ് സൈക്കിൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ജനറൽ പ്രൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അതുമല്ലെങ്കിൽ ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ മാക്രോ ഇക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട മേഖലകളാണ്. ഈ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായും അതിന്റെ ഇന്ന് കാണുന്ന രീതിയിലുള്ള അത് വികാസം പ്രാപിച്ചത് as an economic branch. The macroeconomics developed only after the publication of the General Theory of Employment, Interest and Money, published in 1936 by James Keynes. And this theory is called the magnum opus of James Keynes. James Keynes ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു കൃതിയാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്നത് 1936. വീണ്ടും ഒന്നുകൂടി പറഞ്ഞാൽ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര ശാഖയുടെ വികാസം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റ് ഡിപ്രഷനാണ്. ഓൺലി ആഫ്റ്റർ ദ ഗ്രേറ്റ് ഡിപ്രഷൻ. എന്നായിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ? 1930-കളിലായിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായത്. അപ്പൊ അതിനുശേഷമാണ്. കാരണം തീർച്ചയായും നമുക്കറിയാം ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്ത 1936. അപ്പോൾ മാക്രോ ഇക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നത് ഇക്കോണമിയെ കുറിച്ച് മൊത്തത്തിലുള്ള പഠനമാണ്. ഒരു വേരിയബിൾ എടുത്താൽ ആ വേരിയബിളിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള പഠനമാണ് നമ്മൾ പഠിക്കുക. ഉദാഹരണം പറഞ്ഞാൽ മൈക്രോ ഇക്കണോമിക്സ് ഒരു ഇൻഡിവിജ്വൽ ഇൻകത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ മാക്രോ ഇക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത് രാജ്യത്തിന്റെ ഇൻകത്തെ കുറിച്ച്. മൈക്രോ ഇക്കണോമിക്സിൽ നമ്മൾ ഒരു ഉൽപ്പന്നത്തിന്റെ വിലയെ കുറിച്ച് പഠിക്കുന്നെങ്കിൽ നമ്മൾ മാക്രോ ഇക്കണോമിക്സിൽ പഠിക്കുക ജനറൽ പ്രൈസ് ലെവലിനെ കുറിച്ചാണ്. ഓക്കെ, ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. ഇത് നമ്മൾ അടുത്തായി കാണാൻ പോകുന്നത് മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും തമ്മിൽ വ്യത്യാസം. എന്താണ് മൈക്രോ ഇക്കണോമിക്സ്, എന്താണ് മാക്രോ ഇക്കണോമിക്സ്? ഈ വ്യത്യാസം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാര്യം മനസ്സിലാവും എന്താണ് മാക്രോ ഇക്കണോമിക്സ് എന്നും എന്താണ് അല്ലെങ്കിൽ എന്തായിരുന്നു മൈക്രോ ഇക്കണോമിക്സ് എന്നും. എന്തായിരുന്നു പറയാനുള്ള കാരണം കഴിഞ്ഞ വർഷം നിങ്ങളുടെ ഫസ്റ്റ് BA-യിൽ നിങ്ങൾ മൈക്രോ ഇക്കണോമിക്സ് പൂർണ്ണമായി പഠിച്ചിട്ടുണ്ട്. So in microeconomics we study about the individual units. മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് പഠിക്കുക ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ച് പറയും. ബട്ട് ഇൻ മാക്രോ എക്കണോമിക്സ് we study about the aggregate units. മാക്രോയിൽ നമ്മൾ പഠിക്കുന്നത് അഗ്രഗേറ്റ് യൂണിറ്റ്സിനെ കുറിച്ച്. അപ്പോൾ ഇൻഡിവിജ്വൽ യൂണിറ്റ് പറയുമ്പോൾ ഒരു കൺസ്യൂമറിനെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ കൺസ്യൂമർ ഇൻകത്തെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫേമിന്റെ പ്രൈസ് ഡിറ്റർമിനേഷനെ കുറിച്ച് പഠിക്കുന്നു. മാക്രോ എക്കണോമിക്സിൽ എന്താണ്? ഒരു ഫേമിനെ കുറിച്ചുള്ള എല്ലാ ഫേമുകളെ കുറിച്ചും എന്താണ് അഗ്രഗേറ്റ് ലെവലിലേക്ക്. So in microeconomics we study a part of the whole, whereas in macroeconomics we study about the whole. എന്താണ് മൈക്രോയിൽ ഒരു എന്താണ് ഈ ഹാളിനെ എല്ലാം സമ്പൂർണ്ണമായി ഒരു ചെറിയൊരു ഭാഗത്തെ കുറിച്ച് ഒരു പാർട്ടിനെ കുറിച്ച് മാത്രം പഠിക്കും, ഒരു പാർട്ടിനെ കുറിച്ച് ഒരു ഭാഗത്തെ കുറിച്ച് മാത്രം പഠിക്കും. എന്നാൽ മാക്രോയിൽ നമ്മൾ ഭാഗത്തെ കുറിച്ചല്ല, പൂർണ്ണമായി ഹോൾ അഗ്രഗേറ്റഡിനെ കുറിച്ച് പഠിക്കുക. So in microeconomics we study about the behavior of the individual units. ഇൻഡിവിജ്വൽ ബിഹേവിയർ മൈക്രോയിൽ നമ്മൾ പഠിക്കുക ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുക. എന്നാൽ മാക്രോ ഇക്കണോമിക്സ് പഠിക്കുന്നത് അഗ്രഗേറ്റ് ബിഹേവിയറിനെ കുറിച്ചാണ്. മൈക്രോ ഇക്കണോമിക്സ് ഈസ് ബേസ്ഡ് ഓൺ പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്, വൈൽ മാക്രോ ഇക്കണോമിക്സ് ഈസ് ബേസ്ഡ് ഓൺ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, മൈക്രോ ഇക്കണോമിക്സിന്റെ വിശദീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതി അത് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്. അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി പിന്നീട് കാണും. എന്നാൽ മാക്രോ ഇക്കണോമിക്സ് നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ജനറൽ ഇക്വിലിബ്രിയം അപ്രോച്ച്. വീണ്ടും ഇൻ മൈക്രോ ഇക്കണോമിക്സ് വി ടേക്സ് an assumption, that is ceteris paribus assumption. എന്താണ് ceteris paribus assumption? Other things being equal, മറ്റു കാര്യങ്ങളിൽ മാറ്റമില്ല എങ്കിൽ എന്ന ഒരു അസംഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് മൈക്രോ ഇക്കണോമിക്സിൽ എല്ലാ തിയറികളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. വിതൗട്ട് ദാറ്റ് അസംഷൻ വി ക്യാൻ സേ ദാറ്റ് there is no microeconomic theory.
ആ ഒരു അസംഷൻ ഇല്ലെങ്കിൽ മൈക്രോ ഇക്കണോമിക് തിയറി ഇല്ലെന്ന് പറയാം. ബട്ട് ഇൻ കേസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് ദർ ഈസ് നോ നീഡ് ഓഫ് സച്ച് അസംഷൻ. അത്തരത്തിലുള്ള ഒരു അസംഷന്റെ ആവശ്യം മാക്രോ ഇക്കണോമിക്സിൽ ഇല്ല. And another difference, microeconomics is sometimes called price theory because it is mainly concerned with the determination of prices. മൈക്രോ എക്കണോമിക്സ് പലപ്പോഴും വിളിക്കാറുള്ളത് പ്രൈസ് തിയറി എന്ന് വിളിക്കാറുണ്ട്. കാരണം എന്താണ്, മൈക്രോ എക്കണോമിക്സ് നമ്മൾ മിക്കവാറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രശ്നം പ്രൈസാണ്. ഒരു ഇൻഡിവിജ്വൽ പ്രൈസ്, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, ഒരു ഫേമിനെ സംബന്ധിച്ച് കമ്മോഡിറ്റി പ്രൈസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. സോ whereas in macroeconomics macroeconomics is called income theory. എന്നാൽ macroeconomics എന്താ വിളിക്കുക, income theory, because macroeconomics is always concerned with the determination of income. ഇപ്പൊ രണ്ട് പേരുകളാണ്. എന്താണ്, മൈക്രോ എക്കണോമിക് തിയറി എന്ന് വിളിക്കാം, പ്രൈസ് തിയറി വിളിക്കാം, മാക്രോ പ്രൈസ് വിളിക്കാം, ഇൻകം തിയറി വിളിക്കാം. സോ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ മൈക്രോ ഇക്കണോമിക്സ് ഗിവ്സ് us worms eye view, whereas macro economics gives us bird's eye view. ഇതൊരു കാര്യം മനസ്സിലാക്കുന്ന ഒരു താരതമ്യമാണ്. മൈക്രോ ഇക്കണോമിക്സ് നമുക്ക് നൽകുന്ന കാഴ്ചപ്പാട് ഒരു എന്താണ്, ഒരു കീടത്തിന്റെ കണ്ണിലൂടെയുള്ള കാഴ്ചപ്പാട്, സൂക്ഷ്മമാണ് അല്ലെ, സൂക്ഷ്മമായ കാഴ്ചപ്പാടാണ് മൈക്രോ ഇക്കണോമിക്സ്. എന്നാൽ ഒരു പക്ഷിയെ സംബന്ധിച്ച്, ഒരു ബേർഡിനെ സംബന്ധിച്ച് അതിന്റെ ഐ എന്താണ്, വ്യൂ എന്താണ്, ഐ വ്യൂ വളരെ വിശാലമാണ്, ഒരുപാട് ഏരിയ കവർ ചെയ്യാൻ പറ്റും അല്ലെ. ഒരു പക്ഷിയെ സംബന്ധിച്ച് എത്രയോ ഉയരത്തിൽ നിന്നും ഭൂമിയിലുള്ള ഒരുപാട് ഏരിയ കവർ ചെയ്യാൻ ഒരു ബേർഡ്സിന് കഴിയും. അതുപോലെ മാക്രോ ഇക്കണോമിക്സ് വളരെ വിശദമായിട്ടുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് നൽകുന്നത്. In microeconomics focuses on issues that affect individuals and companies. മൈക്രോഇക്കണോമിക്സ് മിക്കവാറും ഫോക്കസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് വ്യക്തികളെയും കമ്പനികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു കമ്പനി, ഒരു ഫേമിനെ സംബന്ധിച്ച് അതിന്റെ ഇക്വിലിബ്രിയം എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അവന്റെ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൈക്രോ ഇക്കണോമിക്സ്. എന്നാൽ മാക്രോ ഇക്കണോമിക്സ് concentrates on issues that affect the economy as whole. ഒരു ഇക്കോണമിയെ പൂർണ്ണമായും ബാധിക്കുന്ന, മൊത്തത്തിൽ കവർ ചെയ്യുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് മാക്രോ ഇക്കണോമിക്സ് പഠിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ജനറൽ പ്രൈസ് ലെവൽ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം, ഇതൊക്കെ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട കേസുകൾ. മൈക്രോ ഇക്കണോമിക്സ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഡിസഗ്രിഗേഷൻ, whereas macroeconomics is based on the principle of aggregation. Microeconomics എന്ന് പറയുന്നത് ഡിസഗ്രിഗേഷൻ പ്രിൻസിപ്പിളിനെ ആസ്പദമാക്കിയിട്ടുള്ള ഡിസഗ്രിഗേഷൻ, അഗ്രിഗേഷൻ, ഡിസഗ്രിഗേഷൻ. അതെന്താണ്, പാർട്ടാക്കി തിരിക്കുക, ഇൻഡിവിജ്വൽ ആയിട്ട് തിരിക്കുക, പാർട്ടായി തിരിക്കുക. എന്നാൽ മാക്രോയിൽ നമ്മൾ ചെയ്യുക പ്രിൻസിപ്പിൾ അഗ്രിഗേഷൻ പ്രിൻസിപ്പിൾ. അഗ്രിഗേഷൻ പ്രിൻസിപ്പിൾ എന്താണ്, അതിന് ടോട്ടാലിറ്റിയാണ്. ആ ടോട്ടാലിറ്റി, ആ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ് മാക്രോ ഇക്കണോമിക്സ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, വേരിയബിൾസ്. വാട്ട് ഈസ് എ വേരിയബിൾ? എ വേരിയബിൾ ഈസ് എ ക്വാണ്ടിറ്റി that takes different values in different period of time. If a quantity varies over a period of time, it can be called a variable. മാറ്റത്തിന് വിധേയമാവുന്ന എന്തിനേയും നമുക്ക് വേരിയബിൾ എന്ന് പറയാം. ടൈം മാറുന്നതിനനുസരിച്ച് മാറ്റത്തിന് വിധേയമാവുന്ന ഏതൊരു ക്വാണ്ടിറ്റിയും ഏതൊരു മാഗ്നിറ്റ്യൂഡും വേരിയബിളാണ്. ഉദാഹരണം, നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങളുടെ വെയിറ്റ്, ഇതൊക്കെ വേരിയബിൾ ആണ്. ഇതൊക്കെ വേരി ചെയ്യുന്നുണ്ട് അല്ലെ. ടൈം മാറുമ്പോൾ, കാലം മാറുന്ന നിങ്ങളുടെയൊക്കെ ഏജിൽ മാറ്റമുണ്ടാകും, ഹൈറ്റിൽ മാറ്റമുണ്ടാകാം, വെയിറ്റിലൊക്കെ മാറ്റമുണ്ടാകും. ഇതൊക്കെ വേരിയബിൾസ്. അപ്പൊ മാറ്റത്തിന് വിധേയമായ ഏതൊരു ക്വാണ്ടിറ്റിയെയും നമുക്ക് വേരിയബിൾ എന്ന് വിളിക്കാം. ഇപ്പൊ മാക്രോ ഇക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. അഗ്രേറ്റ് ഡിമാൻഡ് വേരിയബിൾ ആണ്, അഗ്രേറ്റ് സപ്ലൈ വേരിയബിൾ ആണ്, എംപ്ലോയ്മെന്റ് വേരിയബിൾ ആണ്, അഗ്രഗേറ്റ് സേവിംഗ് വേരിയബിൾ ആണ്, അഗ്രഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ് വേരിയബിൾ ആണ്, അഗ്രഗേറ്റ് എക്സ്പെൻഡിച്ചർ വേരിയബിൾ. അതൊക്കെ വേരിയബിൾസ് ആണ്, മാറ്റത്തിന് വിധേയമാണ്. സോ വി കൻ ക്ലാസിഫൈ the variables into three categories.
മൂന്ന് കാറ്റഗറിയിൽ നമുക്ക് വേരിയബിൾസിനെ തരംതിരിക്കാം. ഒന്ന്, ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. രണ്ട്, എൻഡോജനസ് ആൻഡ് എക്സോജനസ് വേരിയബിൾസ്. മൂന്ന്, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾസ്. നമുക്ക് ഫസ്റ്റ് വണ്ണിലേക്ക് വരാം. ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. എന്താണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്? എ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഈസ് വൺ which is influenced by other variables. മറ്റു വേരിയബിളിനാൽ സ്വാധീനിക്കപ്പെടുന്ന വേരിയബിൾസിനെയാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുക. ഡിപ്പെൻഡന്റ് വേരിയബിളിൽ മാറ്റം ഉണ്ടാകാനുള്ള കാരണം മറ്റു വേരിയബിളാണ്. അപ്പോൾ എന്താണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ? ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനാൽ സ്വാധീനിക്കപ്പെടുന്നുവെങ്കിൽ അതിനെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം. Then what is independent variable? An independent variable is one which influences other variable. ഏത് വേരിയബിൾ ആണോ മറ്റു വേരിയബിളിനെ സ്വാധീനിക്കുന്നത് ആ വേരിയബിൾ നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിൾ പറയാം. അപ്പൊ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ കാരണം ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. പക്ഷേ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ മാറ്റം ഉണ്ടാക്കാൻ ഡിപ്പെൻഡന്റ് വേരിയബിൾസ് സാധിക്കില്ല. അപ്പോൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്താണ്? മറ്റു വേരിയബിളിനാൽ സ്വാധീനിക്കപ്പെടുന്ന വേരിയബിൾ ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? മറ്റു വേരിയബിൾസിനാൽ സ്വാധീനിക്കപ്പെടാത്ത വേരിയബിൾസ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഉദാഹരണം പറയാം. ഇപ്പൊ ഡിമാൻഡും പ്രൈസും രണ്ട് വേരിയബിൾസ്. ഡിമാൻഡും പ്രൈസും നമുക്കറിയാം. ഇപ്പൊ ഡിമാൻഡ് പ്രൈസ് ബന്ധം എന്താണ്? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറയും. ഇതിൽ ഏതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ? ഡിമാൻഡ് ആണ് ഡിപ്പെൻഡ് വേരിയബിൾ. ഡിമാൻഡ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പ്രൈസിൽ മാറ്റം ഉണ്ടായാൽ പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറഞ്ഞു, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടി. ഇത് ഏതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ? പ്രൈസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. കാരണം ഡിമാൻഡ് മാറ്റം അല്ല, ഡിമാൻഡ് മാറ്റമല്ല പ്രൈസിൽ മാറ്റം ഉണ്ടാക്കുക. പ്രൈസിലുണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് മറ്റു വേരിയബിൾസ്, പുറത്തുള്ള വേരിയബിൾസ്. അപ്പൊ ഡിമാൻഡ് ഒരിക്കലും പ്രൈസിൽ മാറ്റം ഉണ്ടാകും. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. എന്താണ്? കൺസംഷനും ഇൻകം. നമ്മുടെ കൺസംഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇൻകം കൂടിയാൽ കൺസംഷൻ കൂടാം, ഇൻകം കുറഞ്ഞാൽ കൺസംഷൻ കുറയാം. ഇവിടെ കൺസംഷൻ ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻകം ഇൻഡിപെൻഡന്റ് വേരിയബിളുമാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് എൻഡോജനസ് ആൻഡ് എക്സോജനസ് വേരിയബിൾ. എന്താണ് എൻഡോജനസ് വേരിയബിൾ? എന്താണ് എക്സോജനസ് വേരിയബിൾ? So endogenous variable are internal to the system and are integral part of the system. ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ എൻഡോജനസ് വേരിയബിൾ. ദാറ്റ് ഈസ് ഇന്റേണൽ ടു ദ സിസ്റ്റം. What is exogenous variable? Exogenous variables are those variables which are external to the system. നമ്മുടെ മോഡൽ അല്ലെങ്കിൽ സിസ്റ്റത്തിന് പുറത്തുള്ള വേരിയബിളിനെ എക്സോജനസ് വേരിയബിൾ എന്നും അതിനുള്ളിലുള്ള വേരിയബിളിനെ എൻഡോജനസ് വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ എൻഡോജനസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ അത് മാറ്റത്തിന് വിധേയമാണ്. ആരാണ് അതിനെ സ്വാധീനിക്കുക? അതിനകത്തുള്ള മറ്റ് വേരിയബിളിനാൽ അത് സ്വാധീനിക്കപ്പെടും. എന്നാൽ എക്സോജനസ് വേരിയബിളിൽ മാറ്റം ഉണ്ടാക്കാൻ ആ സിസ്റ്റത്തിലുള്ള ഒരു വേരിയബിളിന് സാധിക്കില്ല. അത് പുറത്തുള്ള വേരിയബിൾസ് ആണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ പൊതുവെ നമ്മൾ പറയും, മാക്രോ എക്കണോമിക്സിൽ വരുമ്പോൾ പൊതുവെ പറയും സൈസ് ഓഫ് പോപ്പുലേഷൻ, ട്രേഡ് യൂണിയൻ. ഇതൊക്കെ നമ്മുടെ സിസ്റ്റത്തിന്റെ എക്സ്റ്റേണൽ ഉള്ള കാര്യങ്ങൾ, പുറത്തുള്ള കാര്യങ്ങൾ. മറിച്ച് മറ്റുള്ള വേരിയബിൾസ് ഒക്കെ തന്നെ ഇന്റേണൽ ആണ്, അതിനുള്ളിലുള്ളതാണ്. അപ്പൊ അതിലുണ്ടാവുന്ന മാറ്റം, മറ്റ് ഘടകങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം ആ വേരിയബിൾ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു, ഇതാണ് നമ്മൾ എൻഡോജനസ് വേരിയബിൾ കാണുന്നത്. അപ്പോൾ എൻഡോജനസ് പറഞ്ഞാൽ ഇന്റേണൽ ടു ദ സിസ്റ്റം എന്നും എക്സോജനസ് പറഞ്ഞാൽ എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം എന്നും മനസ്സിലാക്കുക. എൻഡോജനസ് വേരിയബിളിനെ കുറിച്ചാണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. അതിൽ എന്തൊക്കെ ഘടകങ്ങളാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുക. എൻഡോജനസ് വേരിയബിൾ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിലുള്ള മറ്റു വേരിയബിളാണ് അതിൽ മാറ്റം ഉണ്ടാകുന്നത്. പക്ഷേ എക്സോജനസ് വേരിയബിൾസിൽ കാര്യങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. ആ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലാണ് ഉണ്ടാകുന്ന മാറ്റം ഉണ്ടാകും. ക്ലിയർ ആണ്? നെക്സ്റ്റ് വൺ ഈസ് ദ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ. എന്താണ് സ്റ്റോക്ക് ഫ്ലോ വേരിയബിൾ? എന്താണ് ഫ്ലോ വേരിയബിൾ? എ സ്റ്റോക്ക് ഈസ് എ ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ, ഒരു പർട്ടിക്കുലർ നിശ്ചിത സമയത്ത് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി
ആണെങ്കിൽ, വേരിയബിൾ ആണെങ്കിൽ അതിനെ നമുക്ക് സ്റ്റോക്ക് വേരിയബിൾ വിളിക്കാം. Then what is flow variable? A flow variable is a quantity that can be measured over a period of time. ഒരു നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ മാത്രം മെഷർ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിനെയാണ് ഫ്ലോ വേരിയബിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് സ്റ്റോക്ക് വേരിയബിൾ? ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ പറയുന്നതാണ്, ഇന്ന് നമ്മൾ പറയുക എന്താണ് 2020 July 16 അല്ലെങ്കിൽ 4 o'clock or 10 o'clock. ഇതൊക്കെ എന്താണ്? പക്ഷേ പോയിന്റ് ഓഫ് ടൈം. അല്ലെങ്കിൽ 31st March 2019 അല്ലെങ്കിൽ എന്താണ് 31st January 2020. ഇതൊക്കെ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ മെഷർ ചെയ്യാൻ പറ്റുന്ന വേരിയബിളിനെ സ്റ്റോക്ക് എന്ന് വിളിക്കാം. എന്താ ഫ്ലോ വേരിയബിൾ? ഒരു പീരീഡ് ഓഫ് ടൈമിൽ മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് ഫ്ലോ വേരിയബിൾ എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് നമുക്കൊരു സ്റ്റോക്കിന് ഉദാഹരണം? ഇപ്പോൾ വെൽത്ത് ഓഫ് എ പേഴ്സൺ നമുക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്? നമുക്കറിയാം, ഈ സമയത്ത് 2020 ജൂലൈ 15 അല്ലെങ്കിൽ 16 ആണെങ്കിൽ 16 എ എന്ന് പറയുന്ന വ്യക്തിയുടെ ആസ്തി എത്രയാ? ഇത്ര കോടി രൂപ, ഇത്ര ലക്ഷം രൂപ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സിന്റെ ആസ്തി നമുക്ക് പറയാം. അല്ലെങ്കിൽ നമ്മുടെ എന്താണ് റിലയൻസ് എന്താണ് അവരുടെ ആസ്തി നമുക്കൊക്കെ പറയാൻ പറ്റും. അപ്പോൾ വെൽത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് വേരിയബിൾ ആണ്. ദെൻ ഇൻകം നോക്കാം. എ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻകം, അത് നമുക്കൊരു ഈ പറഞ്ഞ പോലെ എന്താണ് ഇപ്പോൾ ഈ പറയുന്ന 2000 January 31st എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് എ ഫ്ലോ വേരിയബിൾ. വി ഹാവ് ടു മെഷർ ഇറ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിലൂടെ മാത്രം നമുക്ക് പറയാൻ പറ്റും. അതാണ് പ്രത്യേകത. അപ്പോൾ ഉദാഹരണം നമ്മൾ ഇൻകം എന്താ? ഇൻകം ചിലപ്പോൾ ഒരു ദിവസത്തെ വരുമാനമായിരിക്കാം, ഒരു ആഴ്ചയുടെ വരുമാനമായിരിക്കാം, ഒരു മണിക്കൂറിന്റെ വരുമാനമായിരിക്കാം, ഒരു മാസത്തെ വരുമാനമായിരിക്കാം, ഒരു വർഷത്തെ വരുമാനമായിരിക്കാം. അപ്പോൾ ടൈം പീരീഡ് സ്പെസിഫൈ ചെയ്യാതെ ഒരു ഫ്ലോ വേരിയബിൾ നമുക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പറയാം. എന്താണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു നിങ്ങൾക്ക് കൃത്യമാകും. നമുക്കറിയാം, നിങ്ങൾക്ക് സ്റ്റിൽ ക്യാമറയും വീഡിയോ ക്യാമറയും നിങ്ങൾക്കറിയാം. ഈ സ്റ്റിൽ ക്യാമറയും വീഡിയോ ക്യാമറയും എടുത്തു കഴിഞ്ഞാൽ എന്താ സ്റ്റിൽ ക്യാമറ പ്രത്യേകത? അത് എന്താ റെക്കോർഡ് ചെയ്യുക? ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലെ പൊസിഷൻ അത് റെക്കോർഡ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലെ പൊസിഷൻ അത് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, എന്നാൽ എന്താണ് വീഡിയോ ക്യാമറ? അത് പർട്ടിക്കുലർ പോയിന്റ് അല്ല, എ പീരീഡ് ഓഫ് ടൈമിലെ പൊസിഷനാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ ക്യാമറ റെക്കോർഡിംഗിലേക്ക് വരുമ്പോൾ അത് ഇതിന് ഉദാഹരണമായി ഫ്ലോ വേരിയബിൾ ഉദാഹരണമാണ്, സ്റ്റോക്ക് വേരിയബിൾ ഉദാഹരണമാണ് സ്റ്റിൽ ക്യാമറ. നാളെ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ സ്റ്റോക്ക് വേരിയബിൾ, സ്റ്റിൽ ക്യാമറ, ഫ്ലോ വേരിയബിൾ, വീഡിയോ ക്യാമറ യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾസ് മാത്രം. അപ്പൊ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സ്റ്റോക്ക് വേരിയബിൾ ആണ്. പീരീഡ് ഓഫ് ടൈമിലാണ് മെഷർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അത് ഫ്ലോ വേരിയബിൾ ആണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നാഷണൽ ഇൻകത്തെ കുറിച്ച് നോക്കാം. എന്താണ് നാഷണൽ ഇൻകം? യു ഹാവ് സ്റ്റഡീഡ് അബൌട്ട് നാഷണൽ ഇൻകം. ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് all final goods and services produced in an economy during an accounting year. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു വർഷം, ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധന സേവനങ്ങളുടെയും പണമൂല്യമാണ് ദേശീയ വരുമാനം പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. There are 3 methods of measuring national income. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, മുകളിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം? ഇറ്റ് ഈസ് എ മോഡൽ ഓഫ് എ economic system. Circular flow of income is a model of economic system. It shows the way different types of transactions as flow of income and goods and services. ഇവിടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് സിസ്റ്റത്തിന്റെ ഒരു മോഡലാണ്. അതെന്താ കാണിക്കുന്നത്? നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളെ വരുമാനത്തിന്റെയും സാധന സേവനങ്ങളെയും ഫ്ലോ ആയിട്ട് കാണിക്കുന്നു, പ്രസന്റ് ചെയ്യുന്നു. അതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ടോപ്പിക് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിമ്പിൾ 2 സെക്ടർ ഇക്കോണമിയിൽ അല്ലെങ്കിൽ 2 സെക്ടർ മോഡൽ എന്ന് പറയും.
സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ ടു സെക്ടർ. രണ്ട് സെക്ടേഴ്സ് ആണ്. ഏത് രണ്ട് സെക്ടേഴ്സ്? ഒരു സിമ്പിൾ ഇക്കോണമി. ഏതൊക്കെ രണ്ട് സെക്ടേഴ്സ്? ഒന്ന് ഹൗസ് ഹോൾഡ്സും മറ്റൊന്ന് ബിസിനസ് ഫേംസും. രണ്ട് സെക്ടേഴ്സ്, ഒന്ന് ഹൗസ് ഹോൾഡ്സ്, രണ്ടാമത് ബിസിനസ് ഫേംസ്. എന്താണ് ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നത്? ആരാണ് ഹൗസ് ഹോൾഡ്? പ്രത്യേകം മനസ്സിലാക്കുക. ഹൗസ് ഹോൾഡ്സ് എന്ന് പറഞ്ഞാൽ it is a sector of the economy which owns all the factors of production. ഏതൊക്കെ factors of production? Land, labor, capital and organization. It supplies these factors of production to the business firms, and it is the sole buyer of goods and services from the business firms. ഹൗസ് ഹോൾഡ്സ് പറഞ്ഞാൽ എല്ലാ ഉൽപാദന ഘടകങ്ങളുടെയും ഉടമസ്ഥതയുള്ളത് ആർക്കാണോ അത് ഹൗസ് ഹോൾഡാണ്. ഫേംസ് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങൾ വാങ്ങുന്നത് ആരാണ്? അത് ഹൗസ് ഹോൾഡ്സ് മാത്രമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൗസ് ഹോൾഡാണ് ഫേം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധന സേവനങ്ങളും വാങ്ങുന്നത്. ഹൗസ് ഹോൾഡ് മാത്രമാണ് എല്ലാ സേവനങ്ങൾ അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥത ഹൗസ് ഹോൾഡ് മാത്രമാണ്. ക്ലിയർ ആണോ? അടുത്ത നമുക്ക് പോകാം. ബിസിനസ് ഫേംസ്. ആരാണ് ബിസിനസ് ഫേം? ബിസിനസ് ഫേം ഈസ് ദ സോൾ പ്രൊഡ്യൂസർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇക്കോണമിയിൽ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആര് മാത്രമാണ്? ബിസിനസ് ഫേംസ് മാത്രം, വേറെ ആരും ഉൽപ്പാദിപ്പിക്കുന്നില്ല. വീണ്ടും, it is only the business firms which hires factors of production from households. ഹൗസ്ഹോൾഡിൽ നിന്നും ഉൽപാദന ഘടകങ്ങളെ വാടകയ്ക്ക് എടുക്കുന്നത്, അവരുടെ സേവനം സ്വീകരിക്കുന്ന ആര് മാത്രമാണ്? ബിസിനസ് ഫേംസ്. അപ്പോൾ ബിസിനസ് ഫേംസ് പ്രത്യേകത, അവരാണ് സാധന സേവനങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്, വേറെ ഇക്കോണമിയിൽ ആരും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഹൗസ് ഹോൾഡിന്റെ ഉടമസ്ഥതയിലുള്ള ഉൽപാദന ഘടകങ്ങളെ ഹയർ ചെയ്യുന്നത്, വാടകയ്ക്ക് എടുക്കുന്നത് ആരാണ്? ബിസിനസ് ഫേംസ് ആണ്. ക്ലിയർ? അപ്പോൾ ഹൗസ് ഹോൾഡും ബിസിനസ് ഫേംസ് രണ്ട് സെക്ടേഴ്സ് മാത്രമല്ല ഒരു ഇക്കോണമി. അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന ഫ്ലോസ് ഉണ്ടാവുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും നമ്മളിവിടെ ഫ്ലോസ് കാണിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഫ്ലോ കാണിക്കാൻ ഉപയോഗിക്കുന്നത് ആരോ മാർക്കാണ്. അപ്പൊ ആദ്യത്തെ ഫ്ലോ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡിൽ നിന്നും ബിസിനസ് ഫേമിലേക്കുള്ള ഫ്ലോ ആണ്. എന്തിന്റെ ഫ്ലോ ആണ്? there is a flow of factors of production from household sector to business firms. അപ്പോൾ ഇവിടെ ആരോ മാർക്ക് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബിസിനസ് ഫേമിലേക്കാണ്. ഏതൊക്കെയാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ക്ലിയർ? യെസ്. there is a counter flow of factor payments or income. factor income. എന്താ ഫാക്ടർ ഇൻകം? ഈ ഉൽപാദന ഘടകങ്ങൾ ലഭിക്കുന്ന വരുമാനം. ലാൻഡിന് റെന്റ് കിട്ടും, ലേബറിന് വേജ് കിട്ടും, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും, ഓർഗനൈസർക്ക് പ്രോഫിറ്റ് കിട്ടും. അത് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ബിസിനസ് സെക്ടറിൽ നിന്നും ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് പോകുന്നുണ്ട്. there is a flow of factor payments from business firm to households. ക്ലിയർ? അത് പണമായിട്ട് അങ്ങോട്ടേക്ക് ഹൗസ് ഹോൾഡിൽ പോയി. എന്താ? തങ്ങൾ കൊടുത്ത ഉൽപാദന ഘടകത്തിന്റെ സേവനത്തിനുള്ള പ്രതിഫലമാണ് ഇങ്ങോട്ട് കിട്ടിയത്. ക്ലിയർ? ഇനി നമ്മുടെ ഫിഗറിന്റെ അപ്പർ പാർട്ടിലേക്ക് നമുക്ക് നോക്കാം. എന്താ? അവിടെയും രണ്ട് ഫ്ലോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫ്ലോ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ്. there is a flow of goods and services from business firm to households. ബിസിനസ് ഫേമിൽ നിന്നും ഹൗസ് ഹോൾഡിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഒരു ഒഴുക്കുണ്ട്. വീണ്ടും അതിനൊരു കൗണ്ടർ ഫ്ലോ ഉണ്ട്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങിയാൽ അതിന് പ്രതിഫലം കൊടുക്കണം. there is a counter flow of consumption expenditure from households to business firms. അതിന്റെ പ്രതിഫലം കൊടുക്കുക. ശ്രദ്ധിക്കുക, നമ്മൾ 4 ഫ്ലോസ് കാണിച്ചിട്ടുണ്ട്. ലോവർ പോർഷനിൽ 2 ഫ്ലോയും അപ്പർ പോർഷനിൽ മറ്റ് 2 ഫ്ലോസ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഇന്നർ സർക്കിളിലേക്ക് വരിക. എന്താ ഇന്നർ സർക്കിൾ കാണിക്കുന്നത്? ഒന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബിസിനസ് ഫേമിലേക്ക് പോയിട്ടുണ്ട്, മറ്റൊന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇവിടെ ഹൗസ് ഹോൾഡിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ദിസ്
ഇന്നർ സർക്കിൾ റെപ്രസെന്റ്സ് റിയൽ ഫ്ലോസ് ഇൻ ദി ഇക്കോണമി. എന്താണ് റിയൽ ഫ്ലോസ് ഇൻ ദി ഇക്കോണമി? എന്താ റിയൽ ഫ്ലോസ് പറഞ്ഞാൽ? റിയൽ ഫ്ലോസ് ആർ ഫ്ലോസ് ഇൻ ദി ഫോംസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധന സേവനങ്ങളുടെ രൂപത്തിലുള്ള ഒഴുക്ക്, അതാണ് റിയൽ ഫ്ലോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഔട്ടർ സർക്കിൾ നോക്കുക, എന്താ കാണാൻ കിട്ടുക? അവിടെ രണ്ട് ഫ്ലോസ് ഉണ്ട്. ഒരു ഫ്ലോ ഹൗസ് ഹോൾഡിലേക്ക്, മറ്റൊരു ഫ്ലോ ബിസിനസ് ഫ്ലോയിലേക്ക്. അതിനെ എന്ത് വിളിക്കാം? നമുക്ക് മണി ഫ്ലോസ് എന്ന് വിളിക്കാം. എന്താ അത് മണി ഫ്ലോസ്. ഒന്ന് ഫാക്ടർ പേയ്മെന്റ്, മറ്റൊന്ന് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. രണ്ടും മണിയാണ്. അപ്പൊ എന്താ മണി ഫ്ലോസ് പറഞ്ഞാൽ? ഫ്ലോസ് ഇൻ ദി ഫോം ഓഫ് മണി. മണിയുടെ പണത്തിന്റെ രൂപത്തിലുള്ള ഫ്ലോ ആണ് മണി ഫ്ലോ എന്ന് പറയുന്നത്. ക്ലിയർ? സോ ദിസ് ഈസ് ദ സർക്കുലർ ഫ്ലോ ഇൻ എ സിമ്പിൾ ടു സെക്ടർ ഇക്കോണമി. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു മോഡൽ പറയുമ്പോൾ ചില അസംഷൻസ് അവിടെ ഇംപ്ലൈഡ് ആണ്. നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് ഞാൻ അസംഷൻ രൂപത്തിൽ എന്ന് പറയാം. എന്താ അസംഷൻ? there are only two sectors in the economy. രണ്ട് സെക്ടർ മാത്രമേ ഉള്ളൂ. there is no saving ഇല്ല. സേവിംഗ് ഉണ്ടോ? ഇല്ല. there is no government ഉണ്ടോ? ഗവൺമെന്റ് ഇല്ല. there is no export ഇല്ല. there is no import ഇല്ല. it is a closed economy. ഇത് closed economy. ഇതൊക്കെ ഇതിന്റെ അസംഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഹൗസ് ഹോൾഡിൽ ലഭിക്കുന്ന ഇൻകം പൂർണ്ണമായും ഹൗസ് ഹോൾഡ് ഗുഡ്സ് ആൻഡ് സർവീസിൽ സ്പെൻഡ് ചെയ്താൽ ഈ ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഒരു തടസ്സവുമില്ലാതെ ഒരു സർക്കുലർ ഫ്ലോ ആയി കണ്ടിന്യൂസ് ആയി വീക്ക് ബൈ വീക്ക്, ഇയർ ബൈ ഇയർ ആയി അത് മുന്നോട്ട് പോകും. ക്ലിയർ? ഓക്കെ, നമുക്ക് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം വിത്ത് ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതായത് വിത്ത് സേവിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ മോഡൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടു സെക്ടർ ഇക്കോണമിയാണ്. അവിടെ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടുവരാതിരിക്കാനുള്ള കാരണം അവിടെ സേവിംഗ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ഇവിടെ മനസ്സിലാക്കേണ്ടത്, സേവിംഗ് എന്ന് പറയുന്നത് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? What happens in the circular flow when households save a part of their income? ഹൗസ്ഹോൾഡ് തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം സേവ് ചെയ്താൽ നമ്മുടെ സർക്കുലർ ഫ്ലോയ്ക്ക് എന്ത് സംഭവിക്കും? എന്തായിരിക്കും സംഭവിക്കുക? ഹൗസ് ഹോൾഡ് സേവ് ചെയ്താൽ തീർച്ചയായും ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ പറയും. ശരിയല്ലേ? ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫേമിനെ സംബന്ധിച്ച് അവരുടെ ഫാക്ടർ പേയ്മെന്റ്സ് കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെ എംപ്ലോയ് ചെയ്ത് കുറയ്ക്കേണ്ടി വരും. ഫാക്ടറിനെ എംപ്ലോയ് ചെയ്ത് കുറച്ചാൽ സംഭവിക്കുക, വീണ്ടും ഹൗസ് ഹോൾഡ് ഇൻകം കുറയും, ഇക്കോണമിയിൽ മൊത്തത്തിൽ ഇൻകം കുറയാൻ കാരണമാകും. ഉറപ്പാണല്ലോ? പക്ഷെ നമ്മളോട് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഹൗസ് ഹോൾഡ് സേവ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ആ സേവ് ചെയ്ത എമൗണ്ട് പൂർണ്ണമായും ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഡെപ്പോസിറ്റ് ആയിട്ട് വരും. എന്താ ഫിനാൻഷ്യൽ മാർക്കറ്റ്? നമുക്കറിയാം, ഫിനാൻഷ്യൽ മാർക്കറ്റ് പറഞ്ഞാൽ ബാങ്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ഇതെല്ലാം കൂടി ചേർന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നോ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നോ പറയും. നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് സേവിംഗ് നമ്മൾ ബാങ്കിലൂടെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഹൗസ് ഹോൾഡ് ഒരു ഭാഗം സേവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ സേവിങ് എവിടെ എത്തി? ഡിപ്പോസിറ്റ് രൂപത്തിൽ എവിടെ എത്തും? ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എത്തും. ആ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്നും ബിസിനസ് ഫേമിന് ആവശ്യമുള്ള എമൗണ്ട് വായ്പ വാങ്ങിയാൽ നിക്ഷേപം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സർക്കുലർ ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് പോകും, ഒരു ബ്രേക്ക് ഓടി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇക്കോണമിസ്റ്റുകൾ പറയുന്നത് സേവിങ്ങിനെ പലപ്പോഴും ലീക്കേജ് എന്നാണ് വിളിക്കുന്നത്. എന്താ ലീക്കേജ്? നമ്മുടെ വാട്ടർ ടാങ്കിൽ വെള്ളം എടുത്ത് വെച്ചു, അതിന് ചെറിയൊരു ഓട്ടയുണ്ടായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കുമ്പോൾ വാട്ടർ ടാങ്കിൽ വെള്ളം അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് സേവിങ് ഇക്കോണമി നടക്കുന്നത്, സേവിങ്ങിലൂടെ ഇക്കോണമി നടക്കുന്നത്. അത് നടക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സേവിങ് എവിടെ എത്തി? നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഡിപ്പോസിറ്റ് രൂപത്തിൽ എത്തുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫിഗറിലേക്ക് വരാം. ഇവിടെ നമ്മൾ നോക്കുക, നിങ്ങൾ നേരത്തെ പഠിച്ച അതേ ഫിഗർ അവിടെ നമ്മൾ ഒരു കാര്യം മാത്രം ആഡ് ചെയ്തു. ഫിനാൻഷ്യൽ മാർക്കറ്റ് നമ്മൾ അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ രണ്ട് ഫ്ലോസ് അഡീഷണൽ ആയിട്ട് കാണിച്ചു. ഒന്ന് ഹൗസ് ഹോൾഡിൽ നിന്നും ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് ഒരു ഫ്ലോയും അതിനെ സേവിംഗ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് മറ്റൊരു ഫ്ലോ എങ്ങോട്ടുണ്ട്? ബിസിനസ് ഫ്ലോയിലേക്കുണ്ട്. ഇത് രണ്ടും മാത്രമേ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നു, ബാക്കിയൊക്കെ അവിടെ ഉണ്ട്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്.
എന്താ സേവിങ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൗസ് ഹോൾഡ് അവരുടെ ഇൻകത്തിൽ ഒരു ഭാഗം സേവ് ചെയ്യുന്നു, അവരെ ഡെപ്പോസിറ്റ് ചെയ്തു ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡെപ്പോസിറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്നും ബിസിനസ് ഫേമിനെ സംബന്ധിച്ച് അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി അവർ ബോറോ ചെയ്യും. ഇവിടെ എന്തിനാണ് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ്. എന്താ ഇൻവെസ്റ്റ്മെന്റ്? അവർക്ക് പുതിയ ഫാക്ടറികൾ ഉണ്ടാക്കേണ്ടതുണ്ടാകാം, ചെറിയ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കേണ്ടതുണ്ടാകാം, പുതിയ മിഷനറി വാങ്ങേണ്ടി വരാം, അല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റ്സ് വാങ്ങേണ്ടതുണ്ടാകാം. അങ്ങനെയുള്ള ഫ്യൂച്ചറിലെ ഡെവലപ്മെന്റൽ പർപ്പസുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ കൂടി അവർ ബോറോ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചത്? ഹൗസ് ഹോൾഡ് സേവിങ് ഫിനാൻഷ്യൽ മാർക്കറ്റിലൂടെ നമ്മുടെ സർക്കുലർ ഫ്ലോയിലേക്ക് എത്തിപ്പെടുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കുലർ ഫ്ലോ കണ്ടിന്യൂസ് ആയി യാതൊരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ കാണുന്നത് മണി ഫ്ലോസ് വിത്ത് ഗവൺമെന്റ് സെക്ടർ, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും 3 സെക്ടർ മോഡൽ എന്ന് വിളിക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞ അസംഷൻ നമ്മൾ ഒന്നും ഓരോ തന്നെ കുറച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ ഗവൺമെന്റിനെ കൊണ്ടുവന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ അസംഷൻ there is no ഗവൺമെന്റ്, ഇവിടെ ഗവൺമെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്താ? ഗവൺമെന്റ് പ്രത്യേകത, ഗവൺമെന്റ് നമ്മുടെ ഇക്കോണമിയിലെ മണി ഫ്ലോയെ പല രീതിയിലും സ്വാധീനിക്കും. ശരി, പല രീതിയിൽ സ്വാധീനിക്കും. അതുപോലെ നമുക്ക് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ടാക്സ് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ബോറോ ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ 3 കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ സർക്കുലർ ഫ്ലോ നമുക്ക് വിശകലനം ചെയ്യാം. മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, ടാക്സ് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ബോറോ ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ സർക്കിൾ ഫ്ലോ നമുക്ക് ഒരു ചാർട്ടിൽ അല്ലെങ്കിൽ ഡയഗ്രത്തിൽ അവതരിപ്പിക്കാം. ഡയഗ്രം നോക്കാം. വീണ്ടും ശ്രദ്ധിക്കേണ്ടത്, മുമ്പ് കാണിച്ചിട്ടുള്ള എല്ലാ ഫ്ലോസും ഈ ഡയഗ്രത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഒഴിവാക്കുക, എളുപ്പത്തിലൂടെ ചിലപ്പോൾ ഒഴിവാക്കുന്നതാണ് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട്. അതൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഗവൺമെന്റിനെ കുറിച്ച്, ഗവൺമെന്റ് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രധാനമായിട്ടുണ്ടാവുന്ന ഫ്ലോയിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ നമ്മൾ പരാമർശിക്കേണ്ടത്. നമുക്ക് ചിത്രത്തിലേക്ക് നോക്കാം. അവിടെ ഗവൺമെന്റ് ഉണ്ട് അല്ലെ? യെസ്. അപ്പൊ ഗവൺമെന്റിൽ നിന്നും ഹൗസ് ഹോൾഡിലേക്കുള്ള ഒരു ഫ്ലോ അവിടെ കൊടുത്തു. എന്താണ്? ഗവൺമെന്റിൽ നിന്നും ഹൗസ് ഹോൾഡിലേക്കുള്ള ഫ്ലോ, ട്രാൻസ്ഫർ പേയ്മെന്റ്സ് അല്ലെ? മറ്റൊരു ഫ്ലോ നോക്കിക്കേ, ഹൗസ് ഹോൾഡിൽ നിന്നും ഗവൺമെന്റിലേക്ക് ഒരു ഫ്ലോ ഉണ്ട്. എന്താണ്? ഡയറക്റ്റ് ടാക്സ്. വീണ്ടും ഗവൺമെന്റിൽ നിന്നും ഫേമിലേക്ക് നോക്കുക, ഏതാ ഫ്ലോ ഉള്ളത്? സബ്സിഡി ഉണ്ട് അല്ലെ? അതുപോലെ ഫേമിൽ നിന്ന് ഗവൺമെന്റിലേക്കുള്ളത് എന്താ? കോർപ്പറേഷൻ ടാക്സ്. പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് ഗവൺമെന്റിൽ നിന്നൊരു ഫ്ലോ കാണിച്ചിട്ടുണ്ട്. എന്താ? സേവിങ്. ഇനി വീണ്ടും ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്നും ഗവൺമെന്റിലേക്ക് ഒരു ഫ്ലോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്താണ്? ബോറോവിങ്സ്. ഇത്രയും ഫ്ലോസ് ആണ് മുൻ പിക്ചറിനെ അപേക്ഷിച്ച് ഇതിൽ നമ്മൾ അഡീഷണൽ ആയി ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? നമുക്ക് 1 by 1 ആയി നോക്കാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഹൗസ് ഹോൾഡിൽ നിന്നും ഫേമിൽ നിന്നും ഗവൺമെന്റിലേക്കുള്ള ഒരു ഫ്ലോ ഉണ്ട്. ഹൗസ് ഹോൾഡിൽ നിന്ന് ഗവൺമെന്റിലേക്ക് പോയ ഡയറക്റ്റ് ടാക്സ് നേടിയിട്ടുണ്ട്. ഫേമിൽ നിന്നും ഗവൺമെന്റിലേക്കുള്ള ഫ്ലോയെ നമ്മൾ കോർപ്പറേഷൻ ടാക്സ് നേടിയിട്ടുണ്ട്. ഒന്ന് വിശദീകരിക്കാം. എന്താ ഡയറക്റ്റ് ടാക്സ്? നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നുണ്ടല്ലേ? ഹൗസ് ഹോൾഡ് ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. നമ്മൾക്ക് ഹൗസ് ഹോൾഡ് ഇൻകം ലഭിക്കുന്നുണ്ട്. ഇൻകം ലഭിക്കുമ്പോൾ ഗവൺമെന്റ് നിയമത്തിന് വിധേയമായി നമ്മൾ വരുമാന നികുതി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെ? അങ്ങനെയുള്ള നികുതികളുണ്ട്. ആ നികുതികൾ നമ്മൾ ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടതാണ്, നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. അത് ലീഗൽ പേയ്മെന്റ് ആണ്, ലീഗലി കൊടുക്കേണ്ടതാണ്. കൊടുത്തില്ലെങ്കിൽ പണിഷ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കൊടുക്കലുകളെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത നമുക്ക് ഫേമിന്റെ സൈഡിലേക്ക് വരാം. ഫേമിൽ നിന്നും ഗവൺമെന്റിലേക്കുള്ള ഫ്ലോ അവിടെ മെൻഷൻ ചെയ്തിരുന്നത് കോർപ്പറേഷൻ ടാക്സ്. നമുക്കറിയാം, ഫേമുകളെ സംബന്ധിച്ച് അവരുടെ വരുമാനം ഉൽപ്പാദിപ്പിച്ച് സാധനം സെയിൽ ചെയ്ത് വിൽക്കുന്ന വരുമാനമാണ്. തീർച്ചയായും അവരെ സംബന്ധിച്ച് ടാക്സ്, ഗവൺമെന്റ് ടാക്സ് ഉണ്ട്. ആ ടാക്സ് വിളിക്കുന്ന പേരാണ് കോർപ്പറേഷൻ ടാക്സ്. അപ്പോൾ അതും നിർബന്ധമായി കൊടുക്കേണ്ട ടാക്സ് ആണ്. അപ്പോൾ ഫേമുകൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന ടാക്സ് ആണ് കോർപ്പറേഷൻ ടാക്സ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഗവൺമെന്റിൽ നിന്നും ഹൗസ് ഹോൾഡിലേക്കുള്ള ട്രാൻസ്ഫർ പേയ്മെന്റ്സ്. എന്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ്? നിങ്ങൾ മുൻ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും നിങ്ങളുടെ ഓർമ്മയൊന്നും കൂടി ക്ഷണിക്കുകയും. എന്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ്? സോ ട്രാൻസ്ഫർ പേയ്മെന്റ് ഈസ് എ പേയ്മെന്റ് ഓഫ് മണി ഫോർ വിച്ച് there is no goods or service exchange. മനസ്സിലായോ? എന്താ
ട്രാൻസ്ഫർ പേയ്മെന്റ് കൊടുക്കുന്ന ആളെ സംബന്ധിച്ച് അതിന് പ്രതിഫലമായി ഒന്നും സ്വീകരിക്കുന്നില്ല. ഇറ്റ് ഈസ് എ യൂണിലാറ്ററൽ പേയ്മെന്റ്. ഇറ്റ് ഈസ് എ വൺ സൈഡഡ് പേയ്മെന്റ്. നമ്മൾ വിളിക്കുക യൂണിലാറ്ററൽ പേയ്മെന്റ്. സാധാരണ എക്സ്ചേഞ്ച് എന്താ? കടയിൽ പോയി ബുക്ക് വാങ്ങി, പൈസ കൊടുത്തു, ബുക്ക് വാങ്ങി, പൈസ അങ്ങോട്ട് കൊടുത്തു, ബുക്ക് ഇങ്ങോട്ട് വാങ്ങി. അത് ബൈലാറ്ററൽ പേയ്മെന്റ്. കൊടുക്കുക, വാങ്ങുക. ഇവിടെ എന്താണ്? കൊടുക്കുന്ന ആൾ കൊടുക്കുക മാത്രം ചെയ്യുന്നു, മേടിക്കുന്ന ആൾ മേടിക്കുക മാത്രം ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? വൺ സൈഡഡ് പേയ്മെന്റ്, യൂണിലാറ്ററൽ പേയ്മെന്റ്. അപ്പൊ അത്തരത്തിലുള്ള പേയ്മെന്റുകൾ ഗവൺമെന്റിന് എങ്ങോട്ടുണ്ട്? ഹൗസ് ഹോൾഡിലേക്കുണ്ട്. ചുമ്മാ കിട്ടുന്നത്, വെറുതെ കിട്ടുന്നത്, അങ്ങോട്ട് ഒരു സേവനം കൊടുക്കാതെ. എന്താണ്? വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, ഓൾഡ് ഏജ് പെൻഷൻ, ഇങ്ങനെയുള്ള കുറെ സംഗതികൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഗവൺമെന്റിൽ നിന്നും ആർക്ക് കിട്ടുന്നുണ്ട്? ഹൗസ് ഹോൾഡിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്താണ് പഠനവുമായി ബന്ധപ്പെട്ട സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ അതിൽപ്പെടുക, ഇതൊക്കെ ട്രാൻസ്ഫർ പേയ്മെന്റ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഗവൺമെന്റിൽ നിന്നും ഫേമിലേക്ക് സബ്സിഡി കാണിച്ചിട്ടുണ്ട്. എന്ത് സബ്സിഡി? പലപ്പോഴും ഗവൺമെന്റ് നിയമവിധേയമായി ചില ഫേമുകൾക്ക് ഗവൺമെന്റ് ചില ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട്. നമ്മൾ പറയും സബ്സിഡി എന്ന് പറയുന്നത്. ഓക്കെ. ഉദാഹരണം ലോൺ എടുത്തു, ബിസിനസ് ലോൺ കൊടുത്തു. അപ്പോൾ ചില സമയങ്ങളിൽ ചില സ്കീമിൽ പ്രകാരം ചിലപ്പോൾ ഈ 20% അവർക്ക് സബ്സിഡി ആയിട്ട് തിരിച്ചു കിട്ടും, ചില 50% സബ്സിഡി തിരിച്ചു കിട്ടും. അങ്ങനെയുള്ള ആനുകൂല്യങ്ങളാണ് സബ്സിഡി. ക്ലിയർ? യെസ്. ഇനി നമ്മൾ കാണുന്നതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് രണ്ട് ഫ്ലോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു സേവിങ്, ഒന്ന് ബോറോവിങ്. നമുക്ക് നോക്കാം. എന്താ സേവിങ്? ഗവൺമെന്റിനെ സംബന്ധിച്ച് മിച്ചമുണ്ടെങ്കിൽ ഗവൺമെന്റ് ചെയ്യും. അവർ ഗവൺമെന്റിലെ വിവിധ വരുമാനം ലഭിക്കുന്നുണ്ട്, മിച്ചമുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ഡിപ്പോസിറ്റ് ചെയ്യും, ബാങ്കിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യും. അതാണ് സേവിങ് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? ഇനി ഗവൺമെന്റിനെ സംബന്ധിച്ച് അവരുടെ എക്സ്പെൻഡിച്ചർ ഫിനാൻസ് ചെയ്യാൻ ഒരു മാർഗമുണ്ട്. എന്താ വേറെ മാർഗം എന്ന് അറിയാമോ? ടാക്സ് മാത്രമല്ല, അവർക്ക് ബോറോ ചെയ്യാം. എവിടുന്ന് ബോറോ ചെയ്യാം? ഫിനാൻഷ്യൽ മാർക്കറ്റ് കുറയും. അപ്പൊ അതുകൊണ്ട് ചെയ്യാം, ഗവൺമെന്റ് ആവശ്യമുള്ള സമയങ്ങളിൽ ഗവൺമെന്റ് വരുമാനത്തെക്കാൾ കൂടുതലാണ് ചെലവെങ്കിൽ ആ സമയത്ത് അവർ ഗവൺമെന്റ് സംബന്ധിച്ച് ബോറോ ചെയ്യേണ്ടി വരും. ആ ബോറോവിംഗ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ബോറോവിംഗ് ഫ്രം ഫിനാൻഷ്യൽ മാർക്കറ്റ് ടു ഗവൺമെന്റ് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ബാക്കിയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ ഫ്ലോസും അവിടെ ഉണ്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതാണ് 3 സെക്ടർ മോഡൽ പറയുക. പ്രത്യേകം ശ്രദ്ധിക്കുക.